കോന്നിയിൽ ജനിക്കാതെ കോന്നിയിൽ വളർന്ന ഒരേ ഒരു കോന്നിക്കാരൻ, കോന്നിയുടെ മണ്ണിന് കോടി സൂര്യപ്രഭ സമ്മാനിച്ച കന്നഡ രാജകുമാരൻ, കോന്നി വകയാർ ചൈത്രം വീട്ടിലെ ചെല്ലക്കുട്ടി, അഘോരമൂർത്തിദാസൻ, ഗജശ്രീ കോന്നി വകയാർ ചൈത്രം അച്ചു. വർഷങ്ങളേറെയായി വഴി നടത്തുവാൻ കൂടെയുള്ള സാരഥി വൈക്കം ചെമ്മനത്തുകര വിപിന്റെ കയ്യും പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു തിരുനക്കര പൂരം കൂടുവാൻ വരികയാണവൻ. ആ വേഷത്തിന്റെ പ്രതിരൂപം എന്തെന്ന് വേറിട്ട ശൈലി കൊണ്ട് തിരുനക്കരയിൽ തെളിയിച്ചവൻ, ഏറ്റുമാനൂരപ്പന്റെ ആറാട്ട് പീഠമായി അക്ഷര നഗരിക്കെന്നും അഭിമാനമാകുന്നവൻ, നടയുയർത്തി വണങ്ങിയ ശൈലി കൊണ്ട് നാട്ടാന മലയാളത്തിന്റെ ഹൃദയം കീഴടക്കിയവൻ. അതെ, നാട്ടാന മലയാളം കൈപ്പിടിയിൽ ഒതുക്കിയ നാട്ടുചേകവന്മാർ പിറന്ന മണ്ണിൽ കന്നഡ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം സമ്മാനിച്ചവൻ, കനകം തോൽക്കുന്ന കാന്തിയുമായി കൈലാസനാഥന്റെ ചാരെ അവതാരമാകുന്നവൻ, തിരുനക്കര തേവരെയും തിരു ഏറ്റുമാനൂരപ്പനെയും തിരുവൈക്കത്തപ്പനെയും സേവിക്കുവാൻ നിയോഗം എന്നെന്നും കിട്ടിയവൻ, മീനച്ചിലാറിന്റെ കുഞ്ഞോളങ്ങളിൽ നീരാടുന്ന ഏറ്റുമാനൂർ തേവരുടെ എണ്ണം പറഞ്ഞ ആറാട്ട് പീഠം, കിഴക്കോട്ടെഴുന്നള്ളുന്ന തിരുവൈക്കത്തപ്പനും മകനും അകതാറിൽ നിത്യസേവ ചെയ്യുന്നവൻ, സത്യമൂർത്തിയായ തൃക്കിടങ്ങൂരപ്പന് വെള്ളിവേലി വഴിപാട് സമർപ്പിച്ചവൻ, ഹിത്തിത്താന തിളങ്കാവിൽ ബഹുല കേമത്വത്തിന്റെ ഇതിഹാസം രചിച്ചവൻ.